ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പഠിക്കാൻ വിട്ട പഠിക്കില്ല, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച അതും ചെയ്യില്ല. എവിടെ ചെന്നാലും പ്രശ്നം, എന്തു തൊട്ടാലും കുഴപ്പം. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ചിരിച്ചവൾ. കോമൺ സെൻസ് പോലുള്ളൊരു ജന്മമാണല്ലോ നീ. ഇന്ന് അളിയന്റെ അമ്മയുടെ നേതൃത്വത്തിലാണോ കുക്കിംഗ്? അയ്യോ, എനിക്കൊരു നേതൃത്വം വേണ്ടേ. പണ്ട് പഞ്ചായത്ത് ഇലക്ഷന് ഞാനൊന്ന് മത്സരിച്ചതാ. 19 വാർഡുള്ള പഞ്ചായത്തില് 9 ഒരു പക്ഷവും 9 മറ്റേ പക്ഷവും ജയിച്ച്. ഒരു വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന ഞാനും ജയിച്ച്. അതെങ്ങനെ? അല്ല, അത് എനിക്കെതിരായി നിന്നതേ ഒരു സാറായിരുന്നു. എന്നോട് മത്സരിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അയാള് പത്രിക പിൻവലിച്ച്. 9 ഞാനും. പഞ്ചായത്ത് ഭരണം എന്റെ ഒറ്റ വോട്ടിന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പ്രസിഡന്റ് ആക്കണോന്ന്. ഷോ, അവന്മാരെല്ലാം കൂടെ വന്ന് എന്റെ കഴുത്തിന് ചുറ്റി പിടിച്ചിട്ട് എന്റെ രാജി എഴുതി വാങ്ങിച്ച്. വർമ്മ സാറാ? ആ സാറേ. നീ എവിടെയാ? ഞാൻ വീട്ടിലാ. ആ, നീ വേഗം ഋതികയും കൂട്ടി നേരെ ഓഫീസിലേക്ക് വാ. ശരി സാർ. വേഗം റെഡിയാവ്. ഓഫീസിൽ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അല്ല, എന്താണ് ഇതിൽ നടന്ന കുഴപ്പം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. വിശദീകരിച്ചു കൊടുക്ക സാന്ദ്ര. പ്രതാപന് മനസ്സിലാവണ്ടേ? സർ, ഇത് US ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കമ്പനിയാ, ഫ്രെഡി മാർക്ക് അസോസിയേറ്റ് കമ്പനി. ഈ കമ്പനിയിലേക്ക് പോവേണ്ട എമൗണ്ട് ഋതിക മേഡം കൃത്യമായി ഒപ്പിട്ട് കൊടുക്കാത്തത് കൊണ്ടും അക്കൗണ്ട്സിൽ ഒത്തിരി ക്രമക്കേടുള്ളത് കൊണ്ടുമാണ് കമ്പനി ഈ പെനാൽറ്റി ചുമത്തിയിരിക്കുന്നത്. ഇത് ഋതിക ചെയ്യേണ്ട ജോലിയല്ലേ? അതെ മാഡം, ഇത് മാഡത്തിനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഋതിക മേഡത്തെ ഓർമ്മിപ്പിക്കാനല്ലേ പറ്റൂ. ചെയ്യേണ്ടത് മാഡം അല്ലേ. അല്ല, പെനാൽറ്റി വന്നിരിക്കുന്നത് എത്ര രൂപയാ? അത് ചെറിയ എമൗണ്ട് അല്ല സർ, 20 കോടിയാ. അവളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടം 20 കോടി. ഇതിന് നടപടി എടുക്കണം പ്രതാപ. ഇത് വെറുതെ വിട്ടാ പറ്റില്ല. എന്താ? നിനക്ക് എന്ത് കാര്യത്തിലാണ് ശ്രദ്ധ? ഓഫീസിൽ വരുന്നത് ഓഫീസ് കാര്യത്തിൽ ശ്രദ്ധിക്കാനാണോ അതോ മറ്റുള്ളവരുടെ ലൈഫ് ഹിസ്റ്ററി അന്വേഷിക്കാനാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്താ? കുറ്റം ചെയ്തിട്ട് അത് ചോദിക്കുമ്പോ നിന്ന് സർക്കസ് കളിക്കുന്നു. എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ബോധ്യമാവണ്ടേ? അതാ ചോദിച്ച. ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ഋതികയും വർമ്മ സാറ്, അവര് സംസാരിക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറി തള്ളുന്നത്? നിനക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ടാ രാജു. 20 കോടിയാ ഒരു ചെറിയ കാര്യത്തിന് ലോസ്. അതും ഇവളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ ഉണ്ട്. എനിക്കിതുവരെ കാര്യം മനസ്സിലായില്ല. അവൾക്കൊന്നും മനസ്സിലാവില്ല. അവളുടെ മനസ്സിൽ വേറെ പലതുവാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക സാന്ദ്ര. മാഡം,
ഫ്രെഡി മാർക്ക് അസോസിയേറ്റ് കമ്പനിയിലേക്ക് പോവേണ്ട എമൗണ്ട് മാഡം കൃത്യമായി അയച്ചിട്ടില്ല. അതുമല്ല, പലതരം ക്രമക്കേടുകളും ഈ കമ്പനി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് 20 കോടി രൂപ പെനാൽറ്റി ചുമത്തിയിരിക്കുക. പെനാൽറ്റിയോ? ഇതൊന്നും ഞാൻ അറിയാത്ത കാര്യ. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ഈ ഓഫീസിൽ കയറി നിന്നെ ആര് ചതിക്കാനാ? ഇത് നിന്റെ ഓഫീസാ. നീയാ ഇവിടുത്തെ MD. ഉത്തരവാദിത്വമില്ലായ്മ അലസതയും കാണിച്ചിട്ട് കൈയൊഴിയുന്നോ? ഓഫീസ് കാര്യങ്ങള് വളരെ കൃത്യമായിട്ടാണ് ഞാൻ ചെയ്തത്. എല്ലാ കാര്യത്തിലും എന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നിട്ടാണോ ഒറ്റയടിക്ക് 20 കോടി രൂപ പോയത്? ഇരുപത് കോടി പോയാ അവക്കെന്താ? കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. പഠിക്കാൻ വിട്ട പഠിക്കില്ല. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച അതും ചെയ്യില്ല. എവിടെ ചെന്നാലും പ്രശ്നം, എന്തു തൊട്ടാലും കുഴപ്പം. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ചിരിച്ചവൾ. കോമൺ സെൻസ് പോലുള്ളൊരു ജന്മമാണല്ലോ നീ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാനിതില് നിരപരാധിയ. ഇതിലെന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്. പണ്ടേ നിനക്കുള്ളതാ ഈ സ്വഭാവം. തെറ്റ് ചെയ്തിട്ട് കിടന്ന് ഉരുളുക, എന്നിട്ട് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുക. എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുത്. എനിക്ക് ഇത്തരക്കാരുടെ കരച്ചിൽ കാണാൻ താല്പര്യമില്ല. പോ എന്റെ മുന്നിൽ നിന്ന്. അല്ലെങ്കിലും ഞാൻ കരഞ്ഞിട്ട് ആര് കേൾക്കാൻ? എന്റെ മനസ്സ് തകരുന്നത് കണ്ടിട്ട് ആരലിയാൻ? ഞാൻ അച്ഛന്റെ മകളല്ലല്ലോ. ആരോ പേഴ്ച പറ്റ ഒരു അനാഥ സന്തതി. ഋതു,